അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു മാക്കറോണിയാണ്. മാക്കറോണി നിങ്ങൾ പലരും പല രീതിയിൽ കണ്ടു കാണും. അതുപോലെയുള്ള ഒരു മക്രോണി ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. മക്രോണി ഓൾറെഡി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പും ഒരു 2 സ്പൂൺ എണ്ണയും, വെളിച്ചെണ്ണയല്ല സാധാരണ എണ്ണ ഏതെങ്കിലും, കാരണം അത് നമുക്ക് കളയാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ എണ്ണ അധികം വേണമെന്നില്ല. അങ്ങനെ എണ്ണയുമായിട്ട് അത് തിളപ്പിക്കുക. വെള്ളത്തിൽ തിളയ്ക്കുമ്പോൾ സാധാരണ മക്രോണി ഒരു മഞ്ഞ കളറിലാണ് ഉണ്ടാകുക. തിളച്ച് കഴിഞ്ഞാൽ അത് വെള്ള കളറിലേക്ക് വരും. അപ്പോൾ അത് വെന്തു എന്നർത്ഥം. മക്രോണി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്റ്റോക്കും ഉണ്ട്. ചിക്കൻ ഒന്ന് പിച്ച് എടുക്കുക. അതിനുശേഷം നമുക്ക് മക്രോണിയിലേക്ക് എടുക്കാം. ഒരു ചട്ടി അടുപ്പിൽ വെച്ചു, നെയ്യ് ഒഴിച്ചു, 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു. ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചി, അധികമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അടക്കുക. ഒരു 4-5 വെളുത്തുള്ളിയും ഒരു ഇഞ്ചി കഷ്ണം, നീളമുള്ള ഇഞ്ചി വേണമെങ്കിൽ ഒന്ന് അടക്കുക. അതിനുശേഷം അതിലേക്ക് സവോള, ഒരു മീഡിയം സൈസ് സവോളയുണ്ട്. സവോള ഒന്ന് മൂത്ത് വരണം. മൂത്ത് വരാൻ വേണ്ടിയിട്ട് ഒരു 1/4 സ്പൂണ് ഉപ്പിടാം. ഇതൊന്ന് വിടർന്ന് വന്നതിന് ശേഷം ഉപ്പിട്ടാൽ മതി. നന്നായിട്ട് ചൊക്കൊന്നും വേണ്ട, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. അത്രയൊക്കെ ആയാൽ മതി. അതിന് ശേഷം വീണ്ടും നമ്മളെ ബ്രൗൺ കളറിലേക്ക്, ബ്രൗൺ കളറിലേക്ക് ആവുന്ന ആ ഒരു സ്റ്റേജ് എത്തിയാൽ മതി. മക്രോണി സാധാരണ നമ്മൾ ഓട്സിനേക്കാളും അതുപോലെ ഈ നൂഡിൽസിനേക്കാളൊക്കെ ഒരുപാട് പ്രോട്ടീൻ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു മീലാണ്. സോ കഴിയുന്നതും നിങ്ങൾ ഈ എന്താ പറയുക, ഓട്സും അതുപോലെ തന്നെ സേമിയയും നൂഡിൽസും കഴിക്കുന്നതിന് പകരം ഈ മക്രോണി കഴിക്കുക. മക്രോണി പല രീതിയിലുണ്ടാക്കുക. പാസ്ത എന്ന് പറയുന്ന സാധനം പല രീതിയിലും ഉണ്ടാക്കുന്ന പാസ്തകളുണ്ട്. ഇറ്റാലിയനാണ് യഥാർത്ഥത്തിൽ പാസ്ത. അത് തേങ്ങാപ്പാലും ക്രീമും ഒക്കെ ഒഴിച്ചാണ് അത് ഉണ്ടാക്കുക. അത് നമുക്ക് ഉണ്ടാക്കാം. അത് ചെയ്യുന്ന സമയത്ത് വെളുത്തിരിക്കും. ഇവിടെ ഞാനൊരു മസാല ചിക്കൻ പാസ്തയാണ് ഉണ്ടാക്കുന്നത്. നന്നായി ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഗ്രീൻ പീസ്, ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. പെട്ടെന്ന് വേവാൻ ആ നിറത്തിന് വേണ്ടിയിട്ടാണ്. ഗ്രീൻ പീസ് ഇട്ടിട്ട് ഒന്ന് ഇളക്കുക. ഒന്ന് ചൂടായാൽ മതി. അതിലിരുന്ന് വെന്തവും വേവാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് ചെയ്യുന്ന ഈ ഒരു സ്റ്റേജിൽ നമുക്ക് പൊടികൾ ഇടാം. ആദ്യം ഇടുന്നത് മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂൺ, മല്ലിപ്പൊടി ഒരു 2.5 സ്പൂൺ, മുളക് പൊടി, ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്, 2 സ്പൂൺ. ഇതിന് നമ്മൾ കുരുമുളക് ഇടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി അധികം വേണ്ട. ആയിട്ട് 1 സ്പൂൺ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് കുറച്ച് മൂന്നാമതും എടുത്ത് ഇടാം. ചിക്കൻ മസാല,
ഒരു 2.5 സ്പൂൺ. ഗരം മസാല, വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ്. ഒരു 3/4 സ്പൂൺ. ഇത്രയും ഇട്ട് നന്നായിട്ടുള്ള ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരണം. ഇതിന് വേണ്ടിയിട്ട് നന്നായി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ തക്കാളിയുടെ തോട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ തോല് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന് തിളങ്ങി വരും. ആ തിളങ്ങി വരുന്നുണ്ടെങ്കിൽ തിളങ്ങിക്കഴിഞ്ഞാൽ ഈ മസാലയൊക്കെ മൂത്തു എന്നാണ് ഒന്ന് ഇളക്കുക. ഇതിലേക്ക് 3 മുട്ട ബീറ്റ് ചെയ്തു. ഞാനിത് മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് 1/2 സ്പൂൺ ഉപ്പും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. എന്നിട്ടാണ് മുട്ട ബീറ്റ് ചെയ്തിട്ടുള്ള ചെറിയൊരു എരിവുണ്ടാവും. മുട്ട ചേർത്ത ശേഷം തീയൊന്ന് കൂട്ടി വയ്ക്കുക. ഇനി മുട്ട അടിയിൽ ഒരു ഓംലെറ്റ് പോലെ കിടക്കും. ഇതില്ലാതിരിക്കാൻ വേണ്ടി കുറച്ചൊന്ന് സ്പ്രെഡായിട്ട് വരാനായിട്ട് അതൊന്ന് തീ കൂട്ടി വയ്ക്കുക. അപ്പോൾ നമുക്ക് കയ്യിൽ നീങ്ങുന്നതനുസരിച്ച് പരന്ന് വരികയും ഇതിന് നമ്മൾ പൊടിയായിട്ട് എടുക്കാൻ പറ്റും. മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് തന്നു കഴിഞ്ഞാൽ അതിലേക്ക് ചിക്കൻ ഒരു 3 കഷ്ണമാണ് ഞാൻ എടുത്തിരുന്നത്. അതിങ്ങനെ ചിക്കി പൊടിച്ച അവസ്ഥയിലാണ് ആ ചിക്കൻ ഇട്ട് ഒന്നിളക്കും. അതൊന്ന് സ്പ്രെഡായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മക്രോണി അത് ഇടാം. ഈ മക്രോണി ഞാൻ പറഞ്ഞു കുറച്ച് എണ്ണ ചേർത്ത് ഉപ്പ് ഇട്ടിട്ട് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. മഞ്ഞ കളറിലുള്ള മക്രോണി ഇതുപോലെ വെള്ള കളറിലാണ് ഞാനിപ്പോൾ ഇടുന്നത്. വെള്ള കളറിലാണ് കേട്ടോ. ആ വെള്ള കളറിലേക്ക് വരുമ്പോഴാണ് അത് വേവ്. ഇതിന് വെള്ളമായി കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കാനുള്ള ടെൻഡൻസി കൂടുതലായി. ആ ഒട്ടിപ്പിടിക്കൽ ഒഴിവാക്കാനായിട്ടാണ് എണ്ണ ഇതിനകത്തേക്ക് ഒഴിക്കുന്നത്. എണ്ണ ഒഴിച്ച ഒരു ഇതിൽ നമുക്ക് മക്രോണി ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാന കാര്യം അതാണ്. കുറച്ച് എണ്ണ ഉണ്ടാവും, എണ്ണമയം ഉണ്ടാവും ഇതിന് മുകളിൽ. പക്ഷെ എന്നാലും ഈ ഒട്ടിപ്പിടിക്കൽ കുറേയധികം കുറയും. കൂടുതൽ ഇത് കുറച്ച് നേരം ഇരുന്നുണ്ട്, തണുത്തു. അപ്പം അതുകൊണ്ടാണ് ഇത് കട്ടയായിട്ടുള്ളത്. അതൊന്ന് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ വിട്ട് ഒന്ന് ഇളക്കുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സായി കിട്ടും. മുട്ടയും ചിക്കനും മസാലയും ഈ പറഞ്ഞ മക്രോണിയും ഒക്കെ ഒന്ന് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് മിക്സായി വരും. അത് മിക്സായി വരുമ്പോൾ അതിലേക്ക് ചിക്കൻ്റെ സ്റ്റോക്ക്, കുരുമുളകും ഉപ്പും ഇട്ടിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും. ഈ സ്റ്റോക്ക് മുഴുവൻ നമുക്ക് വറ്റിച്ചെടുക്കണം. എന്നാലേ കരുള്ളൂ. കാരണം പാസ്ത ഇങ്ങനെ ലൂസായിട്ട്, വല്ലാണ്ട് ലൂസായിട്ടല്ല, കുറച്ച് ലൂസായിട്ടാണ്, എന്നാൽ വല്ലാണ്ട് ലൂസായിട്ട് അതൊന്ന് ഇതാക്കിയിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ ആ പാസ്ത ഉപ്പും സാധനങ്ങളും നമുക്ക്
ഈ സമയത്ത് നോക്കാം. പാകത്തിനാണ്. വെള്ളം ഒന്ന് വറ്റി വരണം, അതുവരെ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ ആ വെള്ളമൊക്കെ വറ്റി അതിനൊരു ഇറച്ചി ടേസ്റ്റും സാധനങ്ങളൊക്കെ വന്നു. ഈ ഒരു ഒരു മസാല പാസ്തയ്ക്ക് ആവശ്യമായ കൂടി ഇത്രയുമായി കഴിഞ്ഞാൽ ഇതിലേക്ക് മല്ലിയില, ഒരു 3 പച്ചമുളക് അരിഞ്ഞത്, നീളനെ അരിഞ്ഞത് ഇട്ടിട്ട് ഒന്നുകൂടി ഇളക്കുക. ഇനി ഈ ചൂടിൽ നമുക്ക് ആ ഗ്രീൻ പീസും ഒക്കെ വെന്തോളും. കൂടുതൽ ഡെക്കറേഷനോ കാര്യങ്ങളോ ആവശ്യമില്ല. വേണമെങ്കിൽ അല്പം നെയ്യോ ഒഴിക്കും. വേണമെങ്കിൽ മാത്രമാണ് താല്പര്യമുള്ളവർക്ക്, നെയ്യിൻ്റെ ടേസ്റ്റ് താല്പര്യമുള്ളവർക്ക് മാത്രമായിട്ടുള്ള കാര്യമാണ്. കുരുമുളകുകൾ ഉണങ്ങാൻ നല്ല എരിവുണ്ടാവും. ഈ ഒരു പൊസിഷൻ ഉണ്ടായതിനു ശേഷം നന്നായി അടച്ചു വയ്ക്കുക. തീ ഓഫ് ചെയ്യും.